സ്നാനം ചെയ്യുക. കർത്താവിന് ആവശ്യമില്ലായിരുന്നു സ്നാനം, പക്ഷേ കർത്താവ് അത് ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു? ദൈവത്തിന്റെ നീതിയാണ്. കർത്താവ് പാപിയായിരുന്നു? അല്ല. പക്ഷെ കർത്താവ് മുങ്ങി മുഴുവൻ സ്നാനം ചെയ്തില്ലേ? തണിക്കലാണോ ചെയ്തത്? എന്തുകൊണ്ട് മുഴുവൻ സ്നാനം ചെയ്തു? ദൈവത്തിന്റെ നീതി അതങ്ങനെ നിവർത്തിക്കണം. അതുകൊണ്ട് നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ട് ദൂരെ ദേശത്ത് നിന്ന് നടന്നാണ് വന്നത് സ്നാപക യോഹന്നാന്റെ കീഴിൽ സ്നാനമേൽക്കാൻ. എന്തിന്? നമുക്ക് മാതൃകയാകുവാനായിട്ട്. സ്നാപക യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. നമുക്ക് മാതൃകയായി തന്നെ തുടർന്നു പോകുക നാം. തന്നെ തടയുന്നിതാം സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്ഥാനമേൽക്കേണ്ടതായിരിക്കെ അരുമനായകനേ നീയൻ അരികിൽ വന്നിടുന്നു. അരുമനായകനേ നീ അരികിൽ വന്നതുതോ. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്കും സാഫല്യമേകിടുവ ഞാനിങ്ങു വന്നിരിപ്പും. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഇപ്പൊ കർത്താവ് തിരിച്ചു പറയുകയാണ്, ദൈവിക നീതികൾക്ക് സാഫല്യമേകുവാൻ എന്നെ നീ സ്നാനപ്പെടുത്താൻ. യോഹന്നാൻ ഭയന്നുപോയി. ഒരു പാപവുമില്ലാത്ത യേശു സ്നാനപ്പെടുവാൻ തന്റെ കൈക്കീഴിൽ വന്നിരിക്കുന്നു. താൻ തടഞ്ഞു. പക്ഷെ യേശു അത് ചെയ്തു. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി അത് ചെയ്തു? ദൈവജനത്തിനൊരു മാതൃകയായി കാണുവാൻ യേശു അത് ചെയ്തെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കുവാൻ പറ്റുമോ? നിന്റെ പാപം കഴുകിക്കളയുക, യേശുവിനോട് ചേരുവാൻ നീ സ്നാനമേൽക്കുക. അതിനൊരു തർക്കമുണ്ട്. അങ്ങനെ തന്നെ സ്നാനമേറ്റേ പറ്റൂ. വചനം പറയുന്നത് അങ്ങനെയാണ്. ദൈവിക നീതികൾക്ക് സാഫല്യമേകുവാൻ യേശു അത് ചെയ്തെങ്കിൽ നാം അത് ചെയ്യണ്ടേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ സഹോദരൻ നേരത്തെ പറഞ്ഞിട്ട് പോയതുപോലെ നമ്മെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും? സാക്ഷി കൊടുക്കുവാൻ പോകുവാൻ സാധിക്കുന്നില്ലേ? പോവണ്ട. ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ലേ? പോവണ്ട. ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വായിൽ ഇവിടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിതുപോലെ ഇരുന്നുകൂടെ? നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? ഇതൊക്കെ വലിയ വലിയ ശുശ്രൂഷകളാ. ഒത്തിരി ഒത്തിരി ശുശ്രൂഷകൾ നമുക്ക് എല്ലാവർക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കണം. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണ്? എനിക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇങ്ങനെ മൗനമായിട്ടിരുന്ന് ഇങ്ങനെ ജീവിച്ച് മരിച്ചാൽ മതിയോ? പ്രതിഫലം വേണ്ടേ? അവിടെ ചെന്ന് കയ്യും കെട്ടി കണ്ണും പൂട്ടി അവിടെ ഇരുന്നാൽ മതിയോ? അവിടെ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലം വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ ചെല്ലുമെന്ന് നമുക്ക് ഉറപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നാം രക്ഷ പ്രാപിക്കും. കർത്താവ് പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാൻ മാത്രമാണ്. അപ്പൊ എന്നിലൂടെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുന്നവർ എന്റെ അടുക്കൽ തന്നെ വരും. അവിടെ ചെന്നിട്ട് കയ്യും കെട്ടിയിരുന്നാൽ മതിയോ? പ്രതിഫലം വേണ്ടേ? കർത്താവ് പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവന് ഞാൻ ഉണ്ടെന്നും ദൈവം ഉണ്ടെന്നും എന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രതിഫലമൊക്കെ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, സഹോദരനൊക്കെ ഒരുപാട് പ്രതിഫലങ്ങൾ വെച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നേക്കാൾ ശ്രേഷ്ഠതാണ് മറ്റുള്ളവരെ എണ്ണി ജീവിപ്പാനും ജീവന്റെ പാതയിലേക്ക് അനേകരെ കൈപിടിച്ച് നടത്തുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവിന്റെ കൃപ ലഭിച്ചവർക്ക് അടങ്ങിയിരിക്കുവാൻ സാധ്യമല്ല. ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങുവാൻ ഭാവിച്ചപ്പോൾ